ചോദ്യപേപ്പറിന് പകരം ലൈംഗികമായി വഴങ്ങണമെന്നാവശ്യപ്പെട്ട് ലക്നൌ സർവകലാശാലയിലെ പ്രൊഫസർ പിടിയിൽ. സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പരംജിത് സിംഗ് ആണ് അറസ്റ്റിലായത്. സർവകലാശാല പരീക്ഷാ കൺട്രോൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. വിദ്യാർത്ഥിനി തെളിവുകൾ ഹാജരാക്കിയ പശ്ചാത്തലത്തിലാണ് പരാതി നൽകിയത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലക്നൌ സർവകലാശാലയിലെ അവസാന വർഷ BSc സുവോളജി വിഭാഗം വിദ്യാർത്ഥിനിക്കാണ് അധ്യാപകനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു വട്ടമല്ല, പല തവണ അധ്യാപകൻ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം പെൺകുട്ടിയുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നുമുണ്ട്. സുവോളജി പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറുകൾ നൽകാം, തനിക്ക് ലൈംഗികമായി വഴങ്ങി തന്നാൽ മതി, മുൻകൂർ തന്നെ 2 ചോദ്യപേപ്പർ നൽകാമെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു പെൺകുട്ടിയെ ഈ അധ്യാപകൻ സമീപിച്ചത്. അതും വാട്സപ്പ് സന്ദേശങ്ങളായും അതുപോലെ ഫോൺ കോളുകളുമായിട്ടാണ് സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പരംജിത് സിംഗ് ഈ പറയുന്ന വിദ്യാർത്ഥിനിയെ സമീപിച്ചത്. അതിന് വിദ്യാർത്ഥിയുടെ മറുപടി താൻ സിലബസ് മുഴുവൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, തനിക്ക് ചോദ്യപേപ്പറുകളുടെ ആവശ്യമില്ല എന്നുള്ള കാര്യമായിരുന്നു. എന്നിട്ടും തൻ്റെ ആവശ്യം ഈ അധ്യാപകൻ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. പരീക്ഷയിൽ പാസ്സാക്കാൻ സഹായിക്കാം എന്നുള്ള കാര്യവും തനിക്ക് ലൈംഗികമായും അതുപോലെ തൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം വഴങ്ങി തന്നാൽ മതി എന്നായിരുന്നു ഈ സന്ദേശങ്ങളിലെല്ലാം അധ്യാപകൻ സൂചിപ്പിച്ചിരുന്നത്. പിന്നീട് മറ്റ് മാർഗങ്ങളില്ലാതെയാണ് ഈ പറയുന്ന സർവകലാശാലയിലെ രജിസ്ട്രാറിൽ പെൺകുട്ടി പരാതി നൽകുന്നത്. പരാതിക്കൊപ്പം തന്നെ റെക്കോർഡുകൾ, പല തെളിവുകളും, ഈ സന്ദേശങ്ങളുടെ സ്ക്രീൻ റെക്കോർഡുകൾ, അതുപോലെ തന്നെ വോയിസ് റെക്കോർഡുകൾ, ഫോൺ കോളുകളുടെ ഇതെല്ലാം പെൺകുട്ടി സമർപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്നൊരു ആഭ്യന്തര കമ്മിറ്റിക്ക് സർവകലാശാല രൂപം നൽകി. ഈ പെൺകുട്ടിയുടെ ആരോപണങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു. പിന്നീട് ഈ കമ്മിറ്റിയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പരീക്ഷാ കൺട്രോളർ പോലീസിൽ പരാതി നൽകിയത്. അതോടെ പോലീസും ഈ തെളിവുകളെല്ലാം പരിശോധിച്ച് പരംജിത് സിംഗിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം കൂടി സർവകലാശാല ആഭ്യന്തര കമ്മിറ്റിക്ക് പുറമെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു പെൺകുട്ടി അല്ലാതെ മറ്റേതെങ്കിലും പെൺകുട്ടി ഇത്തരത്തിൽ ദുരനുഭവം ഈ അധ്യാപകരിൽ നിന്നും നേരിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം. രണ്ടാമത്തേത്, ഏതെങ്കിലും തരത്തിൽ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പരിശോധിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ പോലീസും അതുപോലെ സർവകലാശാലയുടെ ആഭ്യന്തര കമ്മിറ്റിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പറയുന്ന പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ ആരോപണ വിധേയനായിട്ടുള്ള അധ്യാപകന്റെയും മറ്റ് സുഹൃത്തുക്കളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം മൊഴി ആഭ്യന്തര കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാം മൊഴി പോലീസും അടുത്ത ദിവസം രേഖപ്പെടുത്തുമെന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥി രോഷവും വലുതായിരുന്നു. സർവകലാശാലയിൽ പല വിദ്യാർത്ഥി സംഘടനകൾ വലിയ തോതിൽ പ്രതിഷേധവുമായി കഴിഞ്ഞ രാത്രിയിൽ രംഗത്തിറങ്ങുന്നതാണ് കാണാൻ സാധിച്ചത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.